ചേച്ചി, നിനക്ക് എന്താ പറ്റിയത്? നീ എപ്പോഴാ മോളെ വന്ന്? ഞാനൊക്കെ വന്നു. നിനക്ക് എന്താ പറ്റിയ പറ ആദ്യം. ഒന്നുമില്ലടി, രാവിലെ ഒന്ന് തലകറങ്ങി വീണതാ. നിനക്ക് എപ്പോഴും ഇതന്നെയാ പണി? മര്യാദയ്ക്ക് ഭക്ഷണം ഒന്നും കഴിക്കലില്ല? എന്ത് കോലോടിയത്? ഞാനെപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടടി. കഴിക്കുന്നൊക്കെ ഉണ്ട്. മെഷീൻ ഒരാഴ്ചയായി കേടായിട്ടെ കുറെ തുണികൾ ഒരുമിച്ചങ്ങോട്ട് അലക്കി. പിന്നെ അടിച്ചു തുടയ്ക്കുമ്പോഴേക്കും ആ കൂടെ എന്തോ ഒരു. പിന്നെ ഈ ചെറിയ വീട്ടിൽ പണിയെടുത്തിട്ട് അങ്ങനെ കുഴഞ്ഞു വീഴല്ലേ? ഇനി ഇത് നീ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാനിട്ടാ. പാവം ആയിട്ട് നോക്ക്, ഞായറാഴ്ചയായിട്ട് നിന്നെ കൊണ്ട് പുറത്തു പോകാനും സിനിമയൊക്കെ ബുക്ക് ചെയ്തിരിക്കുക. ഭർത്താക്കന്മാരാകുമ്പോ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അതിനനുസരിച്ച് നിനക്ക് നിന്നൂടെ? ഏത് നേരം അസുഖം എന്നെ പഠിക്കണം. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും അഞ്ചു. എപ്പോഴും തന്നെ പരിപാടി. എന്തായാലും എന്റെ ഞായറാഴ്ച കുളമായി. സാരില്ല, ഇങ്ങനെ നെഗ് അടിക്കല്ലേ. എത്ര മണിക്കാട്ടോ ഷോ? ഷോ 2:30-ക്കാണോ? ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? 11:50 ഇപ്പൊ പോയാലും പോരെ? ഇനി ഇവിടെ ഒന്ന് എണീപ്പിച്ച് ഉഷാറാക്കി തിയേറ്ററിൽ കൊണ്ടുപോയിട്ടെ അവിടെ പോയാലും തല കറങ്ങിയാലോ? കഴിയില്ല മോളെ, എനിക്കതിലും മിണ്ടാതിരിക്കുന്നതാ. ഞാനൊന്നും ചില്ലാകാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇവിടെ അതിനേക്കാളും പ്രശ്നമാണല്ലോ. എന്തായാലും ഏട്ടൻ ടിക്കറ്റ് എടുത്തല്ലേ, നമുക്ക് പോയാലോ? ചേച്ചി അവിടെ കിടന്നോട്ടെ. ആ, അതാ നല്ലത്. എന്റെ ചേച്ചിക്ക് പുറത്ത് വരാനേ മടിയാ. ഏത് സമയം ആ റൂമിന്റെ തന്നെ അവിടെ തന്നെ ഇരുന്നോട്ടെ. എന്നാ പിന്നെ നമുക്ക് പുറത്തുനിന്നൊരു ഭക്ഷണം കഴിച്ച് സിനിമ കയറിയല്ലോ. എന്നാ ഏട്ടൻ വേഗം റെഡിയാവ്, നമുക്ക് ഇറങ്ങാം. ഒന്ന് ഒറ്റ മിനിറ്റ്, ഞാൻ ബാക്ക് ഡോർ ലോക്ക് ചെയ്തിട്ടില്ല. വെറുതെ ഏട്ടൻ്റെ ഒരു ദിവസം കളയണ്ടാവട്ടെ ഞാൻ പോവാ പറഞ്ഞതാ. എന്തായാലും നിനക്ക് വരാൻ പറ്റില്ലല്ലോ. കുഞ്ഞുസേ, നീ വരുന്നോടാ? കുഞ്ഞ് വരുന്നില്ല, അമ്മയ്ക്ക് ശുഭമല്ലാത്തല്ലേ. കുഞ്ഞ് അമ്മന്റെ കൂടെ ഇരിക്ക. എന്നാ നീ ഇവിടെ ഇരുന്നോ, ഞാൻ ഒന്ന് മേക്കപ്പ് ചെയ്യട്ടെ. ഇങ്ങനെ പോയിക്കൂടായിരുന്നോ? കുഞ്ഞ് അമ്മന്റെ വീട്ടിൽ എവിടെയും പോയില്ല.